ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ഈ ശരീരം ഏറ്റവും വിലയേറിയ ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രം എന്നാൽ തന്നെ ഈശ്വരൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിനാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അതിലേറ്റവും ശ്രേഷ്ഠമായ ക്ഷേത്രം ഈശ്വര നിർമ്മിതമായ മനുഷ്യ ശരീരമാണ്. ഈ ശരീരത്തെ അധികരിച്ചുകൊണ്ടാണ് ബാഹ്യമായി നാം ഉണ്ടാക്കുന്ന ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രത്തിൽ ദേവൻ്റെ പ്രതീകമായി ഒരു വിഗ്രഹം സ്ഥാപിച്ച് അതിനെ ഈശ്വരനായി കണ്ടുകൊണ്ട് നാം വണങ്ങുന്നു, ഉപാസിക്കുന്നു, മനസ്സിൽ ഉറപ്പിക്കുന്നു. എന്നാൽ ഈ ഗാത്രമാകുന്ന ക്ഷേത്രം കാണാതെ മറ്റെത്ര ക്ഷേത്രങ്ങളിൽ അലഞ്ഞാലും ഒരു പ്രയോജനവും ഇല്ല. ക്ഷേത്രങ്ങൾ ചുറ്റിയാൽ ഗാത്രമാകും, ക്ഷേത്രത്തിൻ പൂട്ടു തുറക്കുകയില്ല. ഗാത്രേ വസിക്കുന്ന ദേവനെ കാണില്ല, ആർത്തി നശിക്കില്ല, സത്യം തന്നെ. ക്ഷേത്രങ്ങൾ ചുറ്റിയാൽ ഗാത്രമാകും. നമ്മൾ ലോകത്തിലെ എല്ലാ ക്ഷേത്രങ്ങൾ ചുറ്റി നടന്ന് കണ്ടാലും ഗാത്രമാകുന്ന ക്ഷേത്രത്തിൻ്റെ പൂട്ട് തുറക്കുകയില്ല. ഗാത്രമാകുന്ന ക്ഷേത്രത്തിൻ്റെ പൂട്ട് തുറക്കണമെങ്കിൽ അതിനു വേണ്ട അനുഷ്ഠാനം നമ്മൾ ചെയ്യുക തന്നെ വേണം. അപ്പോൾ മാത്രമേ അത് തുറക്കുകയുള്ളൂ. അതിൻ്റെ പൂട്ട് നമ്മുടെ കയ്യിൽ തന്നെയാണ്. ക്ഷേത്രങ്ങൾ ചുറ്റിയാൽ ഗാത്രമാകും, ക്ഷേത്രത്തിൻ പൂട്ടു തുറക്കുകയില്ല. ഗാത്രേ വസിക്കുന്ന ദേവനെ കാണില്ല, ആർത്തി നശിക്കില്ല, സത്യം തന്നെ. മനുഷ്യ മനസ്സിൻ്റെ ആർത്തി നശിക്കണമെങ്കിൽ ഗാത്രമാകുന്ന ക്ഷേത്രത്തിൻ്റെ പൂട്ട് തുറന്ന് ആ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ദേവനെ കാണുക തന്നെ വേണം. അത് കണ്ടാൽ മാത്രമേ നമ്മുടെ ആർത്തി നശിക്കുകയുള്ളൂ, ആഗ്രഹങ്ങൾക്ക് ശമനമുണ്ടാവുകയുള്ളൂ. ആഗ്രഹിച്ചതായ ഒരു വസ്തു സാധിച്ചു കഴിയുമ്പോൾ പിന്നീട് അവിടെ കാലിയാവുകയല്ല, അടുത്ത ആഗ്രഹം തലപൊക്കുകയായി. ഒരു ചക്രത്തിൻ്റെ അരക്കാൽ പോലെ ആ ചക്രം കറങ്ങുന്ന കാലം വരെ ആ ആരക്കാൽ മാറിക്കൊണ്ടേയിരിക്കും. അപ്രകാരം മനസ്സ് വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിലുള്ള സത്യത്തെ ദർശിക്കാൻ ആ മനസ്സിന് സാധിക്കുകയില്ല. അത് ഓടുക തന്നെ ചെയ്യുന്നു. അതുപോലെ ആഗ്രഹങ്ങൾ ഒന്ന് സാധിച്ചാൽ മറ്റൊന്ന് വരും. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും ആഗ്രഹത്തിന് ശമനമുണ്ടാകുന്നില്ല. ആഗ്രഹത്തിന് ശമനമുണ്ടാകണമെങ്കിൽ ഗാത്രേ വസിക്കുന്ന ദേവനെ കാണണം. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ വസിക്കുക മാത്രമല്ല, ആ ശരീരത്തെ ഉണ്ടാക്കിയതും അതിനെ നിലനിർത്തുന്നതും അതിനെ പരിണമിപ്പിക്കുന്നതും അതിനെ സൂക്ഷ്മമണ്ഡലത്തിലേക്ക് മാറ്റത്തിന് വിധേയമാക്കുന്നതും എല്ലാം ആ ഗാത്രത്തിൻ്റെ ദേവൻ അനുനിമിഷം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഗാത്രത്തിലിരിക്കുന്ന ഞാൻ പലപ്പോഴും ഞാനെന്ന് പറയുന്ന ശക്തിവിശേഷം, നമ്മളിലൊക്കെ ഞാൻ 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 എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, ആ ഞാൻ ഈ ദേഹമായിട്ടാണിപ്പോൾ ധരിച്ചിരിക്കുന്നത്. ദേവൻ എങ്ങനെയാണ് ക്ഷേത്രമാകുന്നത്? ക്ഷേത്രവും ക്ഷേത്രജ്ഞനും രണ്ട് തന്നെയല്ലേ? ഈ ക്ഷേത്രത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ശക്തിവിശേഷം ഏതോ അതാണ് ക്ഷേത്രജ്ഞൻ. എന്നാൽ
ജഡമായ പദാർത്ഥങ്ങളെ കൊണ്ട് സ്വയം ചേഷ്ടിക്കാൻ കഴിയാത്ത ക്ഷേത്രജ്ഞന് ഇരിക്കാനുള്ള ഒരു ഉപാധിയാണ് ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് ചുറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും ക്ഷേത്രജ്ഞനെ അറിയുകയില്ല. അതാണ് ക്ഷേത്രങ്ങൾ ചുറ്റിയാൽ ഗാത്രമാകും, ക്ഷേത്രത്തിൽ പൂട്ടു തുറക്കുകയില്ല. ഗാത്രേ വസിക്കുന്ന ദേവനെ കാണില്ല, ആർത്തി നശിക്കില്ല, സത്യം തന്നെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.